നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കുന്നത് നോക്കാവേ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കാവേ. എത്ര എണ്ണമെഴുക്കോ എന്തെങ്കിലും ചെളിയോ അഴുക്കോ ഒക്കെ പുരണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സൊല്യൂഷനിലൂടെ നമുക്ക് നല്ല ക്ലീനായിട്ട് പുത്തം പോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നമുക്ക് കഴുകിയെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് വെറുതെ മൂന്ന് ഐറ്റം മതി. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ്, അതൊരു കുറച്ച് മതി. അതുപോലെ തന്നെ കുറച്ച് വാഷിംഗ് പൗഡർ, നമ്മുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാവേ. അതിനോടൊപ്പം കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ എടുത്ത് മൂന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് കണ്ടമാനാക്കരുത്. ഒന്ന് കുതിരാൻ മാത്രം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക. എന്നിട്ട് സോഫ്റ്റായിട്ടുള്ള ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് അത് നമ്മൾ ആ ബർണർ മുഴുവനും അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പിൻ്റെ മുകളിലുമെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ, ഒരു 5 മിനിറ്റ് നമ്മളത് സെറ്റാകാനായിട്ട് വെക്കണം കേട്ടോ. വേഗം തുടയ്ക്കരുത്, ഒരു 5 മിനിറ്റ് ഒന്ന് പിടിക്കട്ടെ. ബർണർ തൂക്കുമ്പോൾ മാറ്റി വെച്ച് തൂക്കണേ, അല്ലെ അതിൻ്റെ പൊടിയും ചെളിയെല്ലാം കൂടെ വീണ്ടും ആ സ്റ്റൗവിലോട്ട് വീഴരുത്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേറെ നല്ല വെള്ളമെടുത്ത് വേറൊരു തുണിയെടുത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ പുറമെല്ലാം നല്ലതായിട്ടൊന്ന് തുടയ്ക്കണേ. തുടയ്ക്കുമ്പോൾ നല്ലതായിട്ട് പ്രസ് ചെയ്ത് തുടക്കണം. കാരണം ആ ഉപ്പിൻ്റെ അംശമൊന്നും ആ സ്റ്റൗവിലിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നല്ലതായിട്ട് അതിൻ്റെ ഇടയെല്ലാം നല്ലതായിട്ട് തുടയ്ക്കണേ. നമ്മളത് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു മൂർച്ചയുള്ള ഒരു കത്തിയുടെ അഗ്രം കൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ഈ വേസ്റ്റ് ഇരിക്കും, അതെല്ലാം നമ്മളെടുത്ത് തുടച്ച് കളയണേ.
കഴിഞ്ഞ് ലാസ്റ്റായിട്ട് നമ്മൾ ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത ഒരു ഉണങ്ങിയ തുണി എടുത്ത് സ്റ്റൗവിൻ്റെ മുകളും അതിൻ്റെ ബർണറും എല്ലാം നല്ലതായിട്ടൊന്ന് തുടച്ച് വെക്കണേ. അങ്ങനെ നമ്മൾ വേറൊരു തുണി എടുത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ ടോപ്പെല്ലാം തുടയ്ക്കുമ്പോഴത്തേന് തന്നെ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. അതിൻ്റെ ഒരു നമ്മൾ ആ സൊല്യൂഷൻ എടുത്തതിൻ്റെ യാതൊന്നും അതേ പറ്റിയിരിക്കരുത്. അതിന് വേണ്ടിയാണ് നമ്മൾ നല്ലൊരു ഉണങ്ങിയ തുണി എടുത്ത് സ്റ്റൗ ആകെ ഒന്ന് തുടയ്ക്കുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ലീനായിട്ട് നമ്മുടെ സ്റ്റൗ വെളുത്തിരിക്കും. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ചെയ്തതിന് ശേഷം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്.